അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആലോചന മുന്നോട്ട് കൊണ്ടുപോകാം. അതെ, വിശ്വട്ടനും അത് തന്നെയാ അഭിപ്രായം. ഇനിയും ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. വിവാഹം കഴിയുന്നതോടെ ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്വം എല്ലാം ഉണ്ടാവും. അതെ രാഹുൽ, ഞങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാലോ അല്ലേ? നിനക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഞാൻ പറഞ്ഞല്ലോ ഏട്ടാ, നിങ്ങളുടെയൊക്കെ തീരുമാനമാണ് എൻ്റെ. ഒരു കാര്യം വിശ്വസിക്കാം, ഈ കൈലാസം വീടിന് ദോഷമുണ്ടാക്കുന്നൊന്നും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. ഇനി കൂടുതൽ ചിന്തിക്കേണ്ടല്ലോ മഹി. നമുക്ക് ഈ ആലോചന ഫോർവേഡ് ചെയ്യാം അല്ലേ? അതെ അമ്മേ, രാഹുലിനും സമ്മതമായ സ്ഥിതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഒരുപാട് നേരം ഇവിടെ വന്നിട്ട്? ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. അന്ന് നിന്നെ കണ്ട് ഒരു നന്ദി പോലും പറയാൻ പറ്റിയില്ല. അതാ ഞാൻ നിന്നെ കാണണമെന്ന് പറഞ്ഞത്. അതെ, ഞാനും ചേച്ചിയെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ചുരുക്കം ദിവസങ്ങളെ കൂടെ ഉണ്ടായിരുന്നുള്ളെങ്കിലും വല്ലാത്തൊരു ആത്മബന്ധം എനിക്ക് ചേച്ചിയോട് തോന്നിയിരുന്നു. എനിക്കും അതെ. ഒരനിയത്തെ പോലെയാ രാജി എന്റെ കാര്യങ്ങളെല്ലാം ചെയ്തത്. അതിനൊക്കെ നന്ദി പറയാതെ പോയപ്പോ ശരിക്കും വലിയ വിഷമം തോന്നി. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് അന്നവിടെ സുഖമില്ലാതെ കൊണ്ടുവന്ന്. ആണോ? അയ്യോ, ഞാനതൊന്നും അറിഞ്ഞില്ല. ആരായിരുന്നു അത്? ഞാൻ സ്നേഹിക്കുന്ന ഒരാളെ കുറിച്ച് ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പറഞ്ഞിരുന്നു. ഫോട്ടോ കാണിക്കാന്ന് പറഞ്ഞെങ്കിലും കാണാൻ പറ്റിയില്ലല്ലോ. അതെ, അദ്ദേഹത്തെയാണെന്ന് അവിടെ സുഖമില്ലാണ്ട് കൊണ്ടുവന്നേ. പെട്ടെന്ന് അങ്ങനെ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ കണ്ടപ്പോ ഞാൻ തകർന്നുപോയി. ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല രാജി. അറിഞ്ഞിരുന്നെങ്കില് ആളെ കാണാതെ ഞാൻ പോയില്ലായിരുന്നു. അതൊന്നും സാരല്ലേ ചേച്ചി. ആൾക്ക് എന്തു പറ്റിയതാ? പാമ്പ് കടിച്ചതാ. പാമ്പ് കടിച്ചോ? അതെ, ചേച്ചി പേടിക്കണ്ട, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഭേദായി. രാജു പറയുന്ന അതേ സമയത്തല്ലേ രാഹുലിനെയും പാമ്പ് കടിയിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്തത്? ഇനിയൊരു പക്ഷേ രാജി സ്നേഹിക്കുന്ന ആള് രാഹുലായിരിക്കോ? ചേച്ചി ചേച്ചി എന്തെയാ ആലോചിക്കുന്നേ? അല്ല, നീ ഇത്രയും സ്നേഹിക്കുന്ന ആളിനെ ഒന്ന് കാണാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തതാ. വളരെ നല്ല ആളാണ് ചേച്ചി. ഞാനെന്ന് വെച്ചാ ഏട്ടന് പ്രാണന. ആഹാ, ആളുടെ ഫോട്ടോ ഉണ്ടായിരിക്കുമല്ലോ, ഒന്ന് കാണിച്ചേ. എവിടെങ്കിലും വെച്ച് കണ്ടാ എനിക്ക് മനസ്സിലാക്കാമല്ലോ. ആ, അത് ശരിയാ. ഇതാണ് എന്റെ രാഹുലേട്ടൻ. രാഹുൽ? ചേച്ചിക്ക് രാഹുലേട്ടൻ അറിയാവോ? അറിയാം, എന്റെ ഭർത്താവിന്റെ അനുജനാണ് രാഹുൽ. ആണോ? വെറുതെ അല്ല എനിക്ക് ചേച്ചിയെ കണ്ടപ്പോ സ്വന്തം പോലെ തോന്നിയത്. രാജി, ഈ ബന്ധം നിനക്ക് വേണോ? അതെന്താ ഗംഗേച്ചി അങ്ങനെ ചോദിച്ചേ? രാഹുലേട്ടൻ എന്റെ ജീവനാ. അദ്ദേഹം ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല.
അതല്ല രാജി, രാഹുലിന്റെ അമ്മ ഈ വിവാഹത്തിന് ഒരിക്കലും സമ്മതിക്കുന്നു തോന്നുന്നില്ല. ആര് സമ്മതിച്ചില്ലെങ്കിലും രാഹുലേട്ടൻ എന്നെ ഉപേക്ഷിക്കില്ല. എനിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായ ആളാ രാഹുലേട്ടൻ. പക്ഷെ മോളെ, പ്രണയിക്കുന്ന സമയം പോലെയല്ല ദാമ്പത്യം. അവിടെ കുടുംബത്തിന്റെ സഹകരണം ഉണ്ടായേ പറ്റൂ. അറിയാം ചേച്ചി, പക്ഷെ രാഹുലേട്ടൻ എനിക്ക് കാമുകനല്ല, എന്റെ ഭർത്താവാ. അദ്ദേഹം എന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ട്. അത് മാത്രല്ല, എല്ലാ അർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചവരാ ഞങ്ങള്. ഇനി എനിക്ക് അദ്ദേഹത്തെ എങ്ങനെ മറക്കാനാവും? നീ എന്തൊക്കെയായി പറയുന്നത്? സത്യാണ് ഞാൻ പറഞ്ഞത്. ഗംഗേച്ചി എനിക്കെന്റെ സ്വന്തം ചേച്ചിയെ പോലെയാ. അതുകൊണ്ടാ ഈ സത്യങ്ങളെല്ലാം ഞാൻ ചേച്ചിയോട് പറഞ്ഞത്. എന്തായാലും ഒരു കാര്യം സത്യ, രാഹുലേട്ടന് എനിക്കൊപ്പം ഇല്ലെങ്കിൽ പിന്നെ ഈ രാജ ഉണ്ടാവില്ല. അരുത് മോളെ, അങ്ങനെയൊന്നും പറയരുത്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും നമ്മൾ നേരിടണം. അവിടെ കുറുക്കു വഴികളല്ല നോക്കേണ്ടത്. എന്തുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ രാഹുലേട്ടന്റെ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല. അദ്ദേഹത്തിന് ഞാനില്ലാതെ പറ്റില്ല എന്ന് എനിക്കറിയാം. പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബം, ഞങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത മനസ്സിലാക്കിയ എല്ലാവരും ഞങ്ങൾക്കൊപ്പം നിൽക്കും. അതെനിക്ക് ഉറപ്പാ. നിന്റെ വിശ്വാസം പോലെ നടക്കട്ടെ. ഇനി ആരില്ലെങ്കിലും ഞാൻ നിനക്കൊപ്പം തന്നെ ഉണ്ടാകും. ഒരു പ്രശ്നത്തിന്റെ പേരിലും തളരരുത്. ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. എനിക്ക് ചേച്ചിയെ വിശ്വാസമാണ്. എനിക്കൊപ്പം ചേച്ചി ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ, അത് മതി എനിക്ക്. ചേച്ചിയും മഹിയേട്ടനും തമ്മിലുള്ള സ്നേഹം ഞാൻ നേരിൽ കണ്ടതാ. അതുകൊണ്ട് എന്റെ സ്നേഹവും നിങ്ങൾ മനസ്സിലാക്കും, അതെനിക്ക് ഉറപ്പാ. എന്തു വന്നാലും നീയും രാഹുലും ഒന്നിക്കും, ഉറപ്പ്. ഞങ്ങൾ വൈകിയില്ലല്ലോ അല്ലേ? ഏയ് ഇല്ല. നീ എന്താ ഗംഗ അവിടെ തന്നെ നിന്നത്? വാ. ഇരിക്കൂ. ഇരിക്കൂ. ഒരു നല്ല കാര്യത്തിന് വരുന്നതല്ലേ? രാവിലെ ചെറിയൊരു പൂജ നടത്തി, അതാ വൈകിയത്. അത് നന്നായി. മംഗളകാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പ് ഈശ്വരാനുഗ്രഹം ഉണ്ടാകണമല്ലോ. ഞങ്ങളുടെ ഒറ്റ മോള ഹേമ. അവളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല ടെൻഷനുണ്ട്. അവൾക്കും ഏറ്റവും ബെസ്റ്റ് വേണമെന്നുള്ള വാശി ഞങ്ങൾക്കുണ്ട്. അതെനിക്കറിയാം. രാഹുലിന്റെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ടി വരില്ല. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. ദേവയാനിയുടെ മകനല്ലേ? ഇതാരാണെന്ന് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഏയ് എന്തിന്? മഹി അറിയാത്തവരായി ആരാ ഉള്ളത്? കേരളത്തിലെ തന്നെ ടോപ്പ് ബിസിനസ്സിൽ ഒരാളല്ലേ? അതുമാത്രമല്ല, ദേവയാനിക്ക് മഹിയെ കഴിഞ്ഞല്ലേ മറ്റാരും ഉള്ളൂ. മഹിയെക്കുറിച്ച് പറയുമ്പോ എന്തൊരു സ്നേഹവും വാത്സല്യമാണെന്നോ.
അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. മഹിയല്ലേ എന്റെ മൂത്ത മകൻ. ഗംഗയെ അറിയാലോ, മഹിയുടെ വൈഫാ. അറിയാം. എങ്കിൽ പിന്നെ ഹേമയെ വിളിക്കാം. രാഹുലിനെ കാണാൻ തിരക്കുണ്ടാവും. അത് ശരിയാ, സംസാരിച്ചിരുന്ന് വന്ന കാര്യം അങ്ങ് മറന്നു. ഞാൻ മോളെ വിളിക്കാം. രാഹുൽ എന്താ ഒന്നും മിണ്ടാത്തത്? ഏയ്, നിങ്ങൾ സംസാരിക്കല്ലേ. വിവാഹ കാര്യത്തിൽ ഏട്ടനും അമ്മയാണ് തീരുമാനം എടുക്കേണ്ടത്. അങ്ങനെ തന്നെയാ വേണ്ടത്. അല്ലാതെ വളർത്തി വലുതാക്കിയ രക്ഷിതാക്കൾക്ക് വില കൊടുക്കാതെ തോന്നുന്ന പെണ്ണിനെ വിളിച്ചോണ്ട് വരുന്നതൊന്നും എനിക്ക് യോജിക്കാൻ പറ്റില്ല. അതെ, രാഹുലിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേടിയുമില്ല, അല്ലേ മഹി? അതെ, ഞങ്ങൾ കണ്ടെത്തുന്ന പെൺകുട്ടി വിവാഹം കഴിക്കാനാണ് താല്പര്യമെന്ന് രാഹുൽ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞതാണ്. പാവം മഹേട്ടൻ രാഹുലേട്ടന്റെ യഥാർത്ഥ സ്വഭാവം അറിയാതെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ടല്ലോ. ചായ അങ്ങോട്ട് കൊടുക്കും മോളെ. രാഹുലേട്ടന്റെ ഉദ്ദേശം എന്തായിരിക്കും? ഇനി രാജിയെ ചതിക്കാനായിരിക്കും അയാളുടെ പ്ലാൻ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ശ്രീ മഹേശ്വര. ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലാവാം. അതെ, ഇവരാണല്ലോ ഒന്നിച്ച് ജീവിക്കേണ്ടത്, അല്ലേ മഹി? ഇവർക്ക് പരസ്പരം ഇഷ്ടമായെങ്കിൽ മാത്രമല്ലേ ബാക്കി കാര്യങ്ങൾ സംസാരിക്കേണ്ട കാര്യമുള്ളൂ. എനിക്കൊന്നും സംസാരിക്കാനില്ല ഏട്ടാ. ഹേമ എനിക്ക് നേരത്തെ അറിയാവുന്നതല്ലേ. ഹേമയ്ക്ക് രാഹുലിന് ഇഷ്ടമായോ? ഇഷ്ടായി. എന്താ മഹി, നമുക്ക് ഇത് ഉറപ്പിക്കല്ലേ? അവരുടെ ഇഷ്ടമല്ലേ പ്രധാനം. രാഹുലിന് ഹേമയ്ക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് കൂടുതൽ ചിന്തിക്കേണ്ടതില്ലല്ലോ. എന്റെ ശ്രീ മഹേശ്വര, ഇത് വലിയ പ്രശ്നമാവുമല്ലോ. എന്താ ഒരു പരിഹാരം? നീ എന്താ ഗംഗ ഒന്നും മിണ്ടാത്തത്? ഒന്നുമില്ല മഹിയേട്ടാ. ഈ കാര്യത്തിൽ ഗംഗ എന്ത് അഭിപ്രായം പറയാനാ മഹി? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് നീക്കാം, അല്ലേ? ആ അതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ വിവാഹത്തിന് താല്പര്യമാണ്. മഹിയുടെ ഈ അഭിപ്രായമാണ് എനിക്കും. രാഹുലേട്ടൻ എന്റെ ജീവനാ. അദ്ദേഹം ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല.
ഗംഗേ, ഗൗരി ചേച്ചി വന്നോ? ഞാൻ ചേച്ചിയോട് സംസാരിക്കണമെന്ന് മനസ്സിൽ ചിന്തിച്ചതേ ഉള്ളൂ. അതെനിക്ക് മനസ്സിലായി. ഗംഗയുടെ മനസ്സിൽ എന്തൊക്കെയോ ടെൻഷൻ ഉണ്ടല്ലോ. എന്താ പറ്റിയത്? അതെ ചേച്ചി, ഞാൻ ആകെ കൺഫ്യൂഷനിലാ. എന്തായാലും കാര്യം എന്നോട് പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഹോസ്പിറ്റലില് എനിക്ക് സഹായത്തിനുണ്ടായിരുന്ന രാജിയെ ചേച്ചിക്ക് അറിയില്ലേ? അറിയാം. ഒരു സഹോദരിയെ പോലെ ഗംഗയെ നോക്കിയ പെൺകുട്ടിയല്ലേ? അതെ, ഞാൻ ആ കുട്ടിയെ കണ്ടിരുന്നു. രാജി ഒരാളുമായിട്ട് അടുപ്പത്തിലാണെന്ന് ഹോസ്പിറ്റലിൽ വെച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു നല്ല പയ്യനെ ഈശ്വരനായിട്ട് തന്നെ കൊണ്ടുവന്നു. അത് കൊള്ളാലോ. ആള് പാവ, നല്ല സ്വഭാവ. അതിന് ഗംഗ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? അത് ചേച്ചി, രാജി അടുപ്പത്തിലായിരിക്കുന്നത് രാഹുലേട്ടനുമായിട്ടോ. രാഹുലേട്ടന്റെ യഥാർത്ഥ സ്വഭാവം അറിയാതെയാ രാജി സ്നേഹിച്ചിരിക്കുന്നത്. ഗംഗയ്ക്ക് ആ കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കായിരുന്നില്ലേ? അതിന് പറ്റിയ സാഹചര്യത്തിലല്ല ചേച്ചി ആ കുട്ടി. രാജിയുടെ കാഴ്ചപ്പാടിൽ രാഹുലേട്ടൻ എല്ലാ അർത്ഥത്തിലും മാന്യനാ. അത് മാത്രല്ല, ആ കുട്ടിയും രാഹുലേട്ടനും രഹസ്യമായിട്ട് വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കുട്ടി എല്ലാ അർത്ഥത്തിലും രാഹുലേട്ടന്റെ ഭാര്യയായി എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഈ സമയത്ത് ഞാൻ എങ്ങനെ രാജയോട് സത്യങ്ങൾ തുറന്നു പറയാനാ? വലിയൊരു കുടക്കിൽ തന്നെയാണല്ലോ രാജി ചെന്ന് ചാടിയിരിക്കുന്നത്. അതെ, അത്രയും നല്ല സ്വഭാവമുള്ളൊരു പെൺകുട്ടിക്ക് ഇങ്ങനൊരു അബദ്ധം പറ്റിയല്ലോ എന്നുള്ളതാ എന്റെ സങ്കടം. രാഹുലേട്ടന് ആ കുട്ടിയെ ചതിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് ഉറപ്പാണല്ലോ. എല്ലാം മറച്ചുവെച്ച് രാഹുലേട്ടൻ മറ്റൊരു വിവാഹത്തിന് തയ്യാറാവുക. അങ്ങനെ സംഭവിച്ച രാജയുടെ ജീവിതം നശിക്കും. ആ കുട്ടി പിന്നെ ജീവിച്ചിരിക്കുമെന്ന് പോലും പറയാൻ പറ്റില്ല. ഇതിപ്പോ ആകെ പ്രശ്നമാണല്ലോ ഗംഗ. ഇനിയിപ്പോ എന്ത് ചെയ്യും? മഹേട്ടനെ വിവരം അറിയിച്ചാലോ? എന്തെങ്കിലും ഒരു തീരുമാനം മഹേട്ടനുണ്ടാക്കും. അത് വേണ്ട, അത് നമുക്ക് തന്നെ ദോഷം ചെയ്യും. എനിക്ക് മനസ്സിലായില്ല. നിനക്ക് ആ ദേവയാനിയുടെ സ്വഭാവം ശരിക്കും അറിയാഞ്ഞിട്ടാ. തന്റെ മക്കളെ രക്ഷിക്കാൻ അവരെന്തും ചെയ്യും. ഏത് രീതിയിലും മഹിയേട്ടന്റെ മനസ്സ് മാറ്റിയെടുക്കും. മഹിയേട്ടന് മറ്റാരേക്കാളും വിശ്വാസവും സ്നേഹവും ആ ദേവയാനിയാണ്. അത് നീ മറക്കരുത്. പിന്നെ നമ്മൾ എന്താ ചെയ്യാ? രാഹുലിന് എതിരായ എല്ലാ തെളിവുകളോടെയും വേണം മഹിയേട്ടനെ വിവരം അറിയിക്കാൻ. അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ പോലും അവരകറ്റും. ചേച്ചി പറയുന്നൊക്കെ ശരിയാ. പക്ഷെ നമ്മൾ വൈകിപ്പിച്ച രാഹുലേട്ടനും ആന്റിയും ചേർന്ന് ഇപ്പൊ കണ്ടുവച്ച വിവാഹം നടത്തും. ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം തകർത്തുകൊണ്ട് അങ്ങനെ ഒരു വിവാഹം നടക്കാൻ പാടില്ല. എങ്ങനെയും ഈ വിവാഹം മുടക്കി രാഹുലിനെ കൊണ്ട് ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കണം. ഇനി രാഹുലിനൊരു ഭാര്യ ഉണ്ടെങ്കിൽ അത് രാജി തന്നെ ആയിരിക്കണം. ചേച്ചി എനിക്കൊപ്പം നിന്നാൽ നമുക്കിത് സാധിക്കും. സത്യത്തിൽ രാജ രാഹുലേട്ടന്റെ ജീവിതത്തിലേക്ക് വന്ന അത് രാഹുലേട്ടന്റെ ഭാഗ്യമായിരിക്കും. അത്രയ്ക്ക് നല്ല പെൺകുട്ടി അവള്. അല്ലെങ്കിലും ദുഷ്ടന്മാർക്ക് നല്ലതാണല്ലോ ലഭിക്കുന്നത്. അല്ലെങ്കിൽ രാഹുലിന്റെ ജീവിതത്തിലേക്ക് ആ രാജി കടന്നു വരില്ലല്ലോ. എത്രയും പെട്ടെന്ന് രാഹുലേട്ടനെതിരായ എല്ലാ തെളിവുകളും കണ്ടെത്തണം. എന്നിട്ട് മഹേട്ടനെ വിവരം അറിയിക്കണം. വളരെ നല്ല ആളാണ് ചേച്ചി. ഞാനെന്ന് വെച്ചാ ഏട്ടന് പ്രാണനാ. രാഹുലേട്ടൻ എന്റെ ജീവനാ. അദ്ദേഹം ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. അദ്ദേഹം എന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചവരാ ഞങ്ങള്. ഏതായാലും നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അമ്മ കല്യാണത്തിന്റെ കാര്യമാണോ പറയുന്നത്? അതുകൊണ്ട് പക്ഷേ അതിനുമപ്പുറം നമുക്ക് മുന്നിൽ മറ്റൊരു ലക്ഷ്യമുണ്ട്. ഈ കൈലാസം. നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് വേണം മഹിയുടെ പാതി സ്വത്ത് നിന്റെ പേരിലേക്ക് മാറ്റാൻ. അതത്ര എളുപ്പം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നടക്കണം. ആ സ്വത്ത് ലക്ഷ്യം വെച്ചാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. ഓരോന്നും ചെയ്തു കൂട്ടുമ്പോ എന്റെ ലക്ഷ്യം അതായിരുന്നു.
ഇപ്പം നമ്മൾ അതിന്റെ പടിവാദത്തിലാണ്. വിവാഹത്തോടെ നല്ലൊരു ബന്ധുത്വം മാത്രമല്ല, അവരുടെ കോടികളുടെ സ്വത്തും നിന്റേതാകും. പക്ഷേ അതുമാത്രം പോരാ. അമ്മയുടെ ആഗ്രഹങ്ങൾ എല്ലാം നടക്കും. അതിന് ഞാൻ ഒപ്പം ഉണ്ടാവും. ആ ധൈര്യത്തിലാ ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. ഈ കൈലാസത്തിൽ മഹിക്ക് ദാസ്യവേല ചെയ്യാനല്ല ഞാൻ എന്റെ മക്കളെ വളർത്തി വലുതാക്കിയത്. നീയും രേഷ്മയും വേണം ഈ കൈലാസം ഭരിക്കാൻ. നിങ്ങളുടെ അടിമയായി മഹി കഴിയുന്ന കാലം വരണം.